മന്ത്രസിദ്ധി. രാജേഷ്, ഒരുപാട് പേര് നല്ല ഗുരുക്കന്മാരെ ഓടി നടക്കുന്നുണ്ട്. പല ഗുരുവിൻ്റെ അടുത്തും പോയി പല എക്സ്പീരിയൻസ് കൂടെയാണ് നല്ലൊരു ഗുരുവിലേക്ക് നിയോഗപ്രകാരം എത്തുന്നത്. ഈ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ല. ഓരോ ആൾക്കാർക്കും ഓരോ മന്ത്രം കിട്ടുമ്പോൾ എത്ര തവണ ഉരു ചെയ്യണം, അല്ലെങ്കിൽ എത്ര തവണ ജപിച്ചു കഴിഞ്ഞാലാണ് ഈ മന്ത്രസിദ്ധി കൈവരിക. ചിലർക്ക് ഈ മന്ത്രം ജപിച്ചാലും ബലം ഉണ്ടാവില്ലെന്നും പറയുന്നുണ്ട്. എന്താണ് മന്ത്രസിദ്ധി ഒന്ന് പറയാമോ? മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ചൈതന്യയുക്തമായിട്ടുള്ള അക്ഷരങ്ങളാണ്. ഓക്കെ. ജപിക്കുന്നവനെ രക്ഷിക്കുന്നതുകൊണ്ടാണ് മന്ത്രം എന്നുള്ള പേര് വരാൻ കാരണം. അപ്പം മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുക, അതാണ് മന്ത്രത്തിന്റെ അർത്ഥം തന്നെ. ഈ മന്ത്രം, ഒരു മന്ത്രം നമുക്ക് ഉപദേശമായിട്ട് കിട്ടുന്നത് ആ മന്ത്രത്തിന്റെ യഥാർത്ഥമായ ഒരു പരമ്പരയിൽ നിന്നായിരിക്കും. ഈ പരമ്പരയ്ക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഈ എല്ലാ മന്ത്രത്തിന്റെയും അവസാനം പോയി നിൽക്കേണ്ടത് ഒരു അല്ലെങ്കിൽ ഇതിന് മുകളിൽ, മന്ത്രത്തിന് മുകളിൽ പോയ ഒരു ഗുരുനാഥനിൽ പോയി നിൽക്കണം. അദ്ദേഹം എങ്ങനെ വന്നാലും ഒരു ശൈവ പരമ്പരയിലോ വൈഷ്ണവ പരമ്പരയിലോ ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ ഒരു അടിസ്ഥാന ഗുരുവിൽ നിന്ന്, വെച്ചാൽ ആദ്യകാലത്തെ ഗുരുക്കന്മാരിൽ നിന്ന് വന്നതോ ആയിട്ടുള്ള ഒരു പരമ്പരയിലായിരിക്കും. ഋഷിമാരിലോ, ഉദാഹരണം പറഞ്ഞാൽ മത്സ്യേന്ദ്രനാഥ സിദ്ധരിൽ നിന്നോ അഗസ്ത്യരിൽ നിന്നോ വന്ന ഒരു പരമ്പരയിൽ നിന്ന് വേണം ഈ മന്ത്രം സ്വീകരിക്കാനായിട്ട്. കാരണം ഈ മന്ത്രത്തിന്റെ അത്രയും കാലത്തെ ഉപയോഗം കൊണ്ട് ഇതിന്റെ ഗുണദോഷവശങ്ങൾ വ്യക്തമായി അറിയുന്ന ആളുകളാണ് ആ പരമ്പര എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഒട്ടും അറിയാത്ത ഒരു വശത്തൂടെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് സെൻസുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പുതിയൊരു വസ്തു വാങ്ങിയ ഒരു ടി വി ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അത് വാങ്ങി പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് കാറ്റലോഗിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അത്തരത്തിലുള്ള കുറേ ഡൂസ് ആൻഡ് ഡോൺസ് ഒരു മന്ത്രത്തിനുണ്ട്. എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ഫലം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ആർക്ക് ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കാം എന്നറിയാൻ അവരുടെ ജാതക പരിശോധനയാണ് ആദ്യം ചെയ്യുക. അതിന് പറയുന്ന പേരാണ് കോഷ്ടാദി ചിന്തനം എന്ന് പറയും. അവരുടെ പൂർവ്വജന്മത്തെ അസസ് ചെയ്തിട്ട്, പൂർവ്വജന്മത്തിൽ അവർ ചെയ്ത ഉപാസന, പൂർവ്വജന്മത്തിൽ ഏത് പരമ്പരയുമായി ബന്ധപ്പെട്ടിരുന്നു, ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ മന്ത്രം കൊടുക്കാറുള്ളൂ. ചില പരമ്പരകൾ, ഇവ ഞങ്ങളുടേത് നാഥ പരമ്പരയാണ്. നമ്മുടെ പരമ്പരയിലൊക്കെ നമ്മുടെ അടുത്ത് വരുന്നെങ്കിൽ അവന് യോഗ്യനാണെന്നാണ്. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് മന്ത്രം ചോദിച്ചാൽ യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എത്തില്ലെന്നാണ്, വേറെ വഴിക്ക് പോകും. അപ്പം അങ്ങനെ ഒരു നിശ്ചയം നേരത്തെ തന്നെ ഉള്ളത് കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളെ നമ്മൾ പ്രത്യേകിച്ച് കോഷ്ടാധീനത ചെയ്യാറില്ല. പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ട മന്ത്രം എന്തെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായി വരുന്ന ഒരാൾക്ക് പഞ്ചാക്ഷരി ചിലപ്പോൾ കൊടുത്തു എന്ന് വരും, ചിലപ്പോൾ അയാൾക്ക് ഗായത്രി ജപിക്കാൻ ഉപദേശിച്ചു എന്ന് വരും, ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും ഇല്ലാണ്ട് കുറച്ച് നാൾ വെറുതെ നാരായണ 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 ജപിച്ച് വരാൻ പറയും. ചിലരോട് 10-40 ദിവസം സഹസ്രനാമം ജപിച്ചിട്ട് വാ, വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് വാ, അല്ലെങ്കിൽ ലളിതാസനാമം ജപിച്ചിട്ട് വാ, എന്നിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് അയക്കും. അത് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം അതുപോലെ പറയുക എന്നുള്ളതാണ്. ഈ ആദ്യം കിട്ടിയ മന്ത്രത്തെ അക്ഷരങ്ങളെ കൊണ്ട് സ്ഫുടം ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. ഈ 50 അക്ഷരങ്ങളെ കൊണ്ടും ചേർത്ത് മന്ത്രത്തെ സ്ഫുടം ചെയ്യണം. ആ മന്ത്രം നമുക്ക് വേണ്ടി നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്ന് പറയും. അതിനുശേഷം ഈ എല്ലാ മന്ത്രത്തിനും ഋഷിയും ഛന്ദസ്സും ഉണ്ട്. അതായത് മന്ത്രദ്രഷ്ടാവായ ഋഷി, അതിൻ്റെ ഛന്ദസ്, 3 അതിലെ ദേവത, ഈ 3 ഭാഗങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത്. ആ ദേവത ഋഷി ഛന്ദസ് ദേവത സ്മരണയോടുകൂടി മന്ത്രത്തെ എത്ര അക്ഷരം തന്നിട്ടുണ്ടോ അത്രയും ലക്ഷം തവണ ജപിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഓം നമഃശിവായ ആണെങ്കിൽ 5 അക്ഷരം 5 ലക്ഷമാണ് ജപിക്കേണ്ടത്. ഈ 5 ലക്ഷം ജപിച്ചതിന് ശേഷം 50,000 50,000 തവണ നെയ്യ് ഹോമിക്കണം. ചിലപ്പോൾ മാത്രം ചില ദ്രവ്യങ്ങളെ പറയും. ഇപ്പോൾ ഭദ്രാളിയുടെ മൂലമന്ത്രമാണെങ്കിൽ കരവീരപുഷ്പമാണ് ഹോമിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അഷ്ടാക്ഷരി മന്ത്രമാണെങ്കിൽ എള്ളാണ് ഹോമിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ ദ്രവ്യങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന സാധനം നെയ്യ് തന്നെയാണ്. നെയ്യ് കൊണ്ട് നമ്മൾ അജ്യാഹൂതി എന്ന് പറയും. ഇതുകൊണ്ട് നമ്മൾ ആ അക്ഷരത്തിൻ്റെ 10 എത്ര ലക്ഷമാണോ അത്രയും അതിൻ്റെ 10 50,000 തവണ നെയ്യ് ഹോമിച്ചതിന് ശേഷം അതിൻ്റെയും 10 തവണ തർപ്പണം ചെയ്യണം. ജലം കോരി കൈകളിൽ എടുത്തു പിടിച്ച് തർപ്പിക്കണം, സൂര്യനിലേക്ക് തർപ്പിക്കണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും 5 പേർക്ക് കാല് കഴുകി ചൂട്ടണം. ഇതെല്ലാം വ്രതനിഷ്ഠയോട് കൂടി വേണം മന്ത്രം ഉപാസിക്കാൻ. അല്ലാണ്ട് ഇന്ന് നമ്മൾ നാളെ നമ്മൾ സിനിമയ്ക്ക് പോയി അങ്ങനെ പറ്റില്ല. മന്ത്രോപാസന എന്ന് പറയുന്നത് ഒരു ക്രമത്തിലൊരു പ്രോസസ്സാണ്. അത് വ്രതത്തോടുകൂടി വ്രതകാലയളവിൽ വ്രതഭംഗം വരാതെ വേണം മന്ത്രോപാസന ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് ഈ പുരസ്കരണ കംപ്ലീറ്റ് ചെയ്ത ആൾ മാത്രമേ മന്ത്രത്തിന് സിദ്ധി ഉണ്ടാവൂ. ഏത് മന്ത്രവും 3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ഉപാസിച്ച സിദ്ധി വരും. ഇനി അങ്ങനെ 3 വർഷം കൊണ്ട് സിദ്ധി ആകാത്തൊരു മന്ത്രം വന്നാൽ 4ാമത് 1 വർഷം കൂടി പോകണം. 100% ആ മന്ത്രത്തിന് സിദ്ധി ഉണ്ടാവും. ഇനി ചില ആളുകൾക്ക് യോജിക്കാത്ത ചില മന്ത്രങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് അത്തരത്തിലുള്ള യോജിക്കാത്ത മന്ത്രം പോലും സ്വന്തം അമ്മ ഉപദേശിച്ചതാണെങ്കിൽ ഭരിക്കും. അതുപോലെ തന്നെ ആ മന്ത്രം എവിടെ നിന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു പരമ്പര ദാനമായിട്ട് തരുകയാണ്. ഇപ്പോൾ നമ്മളെ ദത്തെടുത്തിട്ട് മന്ത്രത്തോടും ദേവതയോടും കൂടി അങ്ങനെയൊക്കെ ചെയ്യുന്ന, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ഫലം വരും.
അല്ലാത്ത പക്ഷം ആ മന്ത്രം ഫലിക്കണം നിർബന്ധമില്ല. അത് ഗുരുവാണ് കണ്ടുപിടിക്കേണ്ടത് ഇയാൾക്ക് ഏത് മന്ത്രം എപ്പോൾ കൊടുത്താൽ ഫലിക്കും. ഇനി ആ മന്ത്രം പുരസ്കരണ ചെയ്യേണ്ട സമയങ്ങൾ, ഉപാസിക്കേണ്ട കാലയളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു ഗ്രഹണകാലം, ഉദാഹരണം പറഞ്ഞാൽ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണകാലം, ഈ സമയങ്ങളിൽ മന്ത്രത്തിന് നമ്മൾ ജലത്തിൽ ഇറങ്ങി നിന്ന് വേണം ജപിക്കാൻ. കൂടുതൽ ഫലം കിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ ഉള്ളിലെ അഗ്നി ഉണരാനാണ് മന്ത്രോപാസന. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ആദ്യത്തെ ഫലം ചിത്തശുദ്ധിയാണ്. അപ്പം ഉള്ളിലെ അഗ്നി ഉണരണം. ഇപ്പം സന്ധ്യ സമയത്തുള്ള ജപം, സന്ധ്യാവന്ദനം, ഈ സന്ധ്യയ്ക്കുള്ള പ്രാധാന്യം എന്താ വെച്ചാൽ സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത സമയത്ത് അഗ്നി ഉണർന്നിരിക്കും. നമ്മുടെ രണ്ട് മൂക്കിലും തുല്യമായിട്ട് ശ്വാസം നിൽക്കും. ആ സമയത്ത് ചെയ്യുന്ന സാധനയാണ് നമ്മളെ മോക്ഷമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റ് ചെയ്യുന്നതിനേക്കാളും ഫലമാണ് ഇതിന്. ഗ്രഹണ സമയത്തും ഇതുപോലെ തന്നെയാണ്. സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല. ഇപ്പോൾ പകലാണ് സൂര്യഗ്രഹണം വരിക, അപ്പോൾ സൂര്യൻ്റെ ബലം കുറഞ്ഞു, ചന്ദ്രനും ഇല്ല. അപ്പോൾ ആ സമയത്ത് അഗ്നി ഉണരും. നമ്മുടെ ഈ രണ്ട് മൂക്കിലും തുല്യമായിട്ട് ശ്വാസം വരും. ചന്ദ്രഗ്രഹണ സമയത്ത് ഇതുപോലെ തന്നെ വരും. ആ സമയത്ത് വെള്ളത്തിലിറങ്ങി നിന്ന് ജപിക്കുകയാണെങ്കിൽ അതുവരെ ചെയ്തതിൻ്റെ 10% ഫലം എഫേർട്ട് മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാലയളവിനെ നമ്മൾ മനസ്സിലാക്കണം. കാലത്തെയും ദേശത്തെയും ശരത്തെയും അറിഞ്ഞിട്ട് വേണം മന്ത്രം ഉപാസിക്കാൻ. ഏത് ശരം എപ്പോൾ എവിടെയൊക്കെ നിൽക്കുന്നു അത് മനസ്സിലാക്കിയിട്ട് വേണം മന്ത്രോപാസന ചെയ്യാൻ. ഇതൊന്നും അറിയാതെയാണ് പലരും മന്ത്രദീക്ഷ കൊടുക്കുന്നതും മന്ത്രദീക്ഷ വാങ്ങുന്നതും. ഈ കിട്ടിയവൻ ഇത് ഇതിന് തേങ്ങ കിട്ടിയ പോലെ ഇത് കൊണ്ട് നടക്കും. എന്നിട്ട് ഞാൻ ആ പരമ്പരയുടെ അവകാശിയാണ്, ആ പരമ്പരയുടെ ഭാഗമാണ്. പരമ്പരയ്ക്ക് ഇയാളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഈ പരമ്പരയുടെ ഭാഗമാണ് ഇയാളെങ്കിൽ ആ മന്ത്രോപാസനയുടെ കൃത്യമായ രഹസ്യങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഇയാൾ പോകുന്ന വഴി ശരിയാണോ എന്ന് ഓരോ സമയത്തും ആ പരമ്പര തന്നെ പരിശോധിച്ച് പറയും. അപ്പം മന്ത്രം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, മന്ത്രപുരസ്കരണ വ്യക്തമായി ചെയ്യണം. ഇനിയൊരു കാര്യം വെച്ചാൽ ഈ മന്ത്രസിദ്ധി കൊണ്ട് എന്താ സംഭവിക്കുക? മന്ത്രസിദ്ധി കൊണ്ട് 6 കർമ്മങ്ങൾ ചെയ്യാൻ ശക്തനാവും. അതായത് ശാന്തി മുതൽ മാരണം വരെയുള്ള 6 കർമ്മങ്ങൾ ഒരേ മന്ത്രം കൊണ്ട് ചെയ്യാൻ ശക്തനാവും. പക്ഷെ അപ്പോഴും ജ്ഞാനി ആവണില്ല. ജ്ഞാനി ആവണമെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി പണിയെടുക്കണം. അപ്പോൾ മാത്രമേ ഇയാൾ ജ്ഞാനിയായി തീർന്നുള്ളൂ. ഈ ജ്ഞാനിയാവാതെ മന്ത്രസിദ്ധന് ഒരു ഈസിനെസ് ഉണ്ടാവില്ല. അതായത് ലാളിത്യം വരണമെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി പണിയെടുക്കണം. അല്ലാത്തവർ വീണ്ടും ഈ കർമ്മത്തിലും മൂർത്തിയിലും ഈ മൂർത്തിയുടെ ഭാവത്തിലും ആയുധത്തിലും ഒക്കെ ഭ്രമിച്ച് ആ മൂർത്തിയുടെ പ്രത്യക്ഷ ദർശനത്തിന് വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ ആ മായായുക്തനായി തീരും. മായാമുക്തി വരണമെങ്കിൽ വീണ്ടും പണിയെടുത്ത് നമ്മൾ ഇതിന് വിട്ടുപോകണം. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ പലർക്കും ഫലിക്കാത്തതും ഫലിച്ച മന്ത്രങ്ങളെ കൊണ്ട് ചിത്തഭ്രമം വരുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. സന്തോഷം. ഈ രാജേഷ്, ഇപ്പം എല്ലാ പേർക്കും ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്താൻ പറ്റണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഗുരുവിനെ തേടി കിടന്ന് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ പ്രപഞ്ച മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് പലരും ഒരു ദീക്ഷാക്രമത്തിൽ പോകുന്നുണ്ട്. സാധാരണപ്പെട്ട ഒരാൾ ഈ ഓം നമ ശിവായ ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓം നമോ നാരായണ ജപിച്ചു കഴിഞ്ഞാൽ എത്ര സമയം ജപിച്ചു കഴിഞ്ഞാലാണ് ഒരു സിദ്ധി ഉണ്ടാകുക? അല്ലെങ്കിൽ അവിടെ ഈ ഋഷി ഛന്ദസ്സൊന്നും അവർക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഓം നമ ശിവ ജപിക്കുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ? അപ്പം പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ഉച്ചാരണത്തിനകത്തൊരു രഹസ്യമുണ്ട്. നമ കഴിഞ്ഞ് വരുന്ന ഷി എന്ന് പറയുന്ന അക്ഷരത്തെ ഇരട്ടിപ്പിച്ച് വേണം ചൊല്ലാൻ. നമശിവായ അല്ല, നമശിവായാണ്. അത് ഇതിന്റെ മന്ത്രത്തിന്റെ ഒരു രഹസ്യമാണ്. അതുപോലെ തന്നെ ഗായത്രി ആണെങ്കിൽ ധിയോയോന പ്രചോദയാതല്ല, ധിയോയോന ഹ എന്നാണ് ഉച്ചാരണം. പക്ഷെ അത് വായിക്കുന്നത് നഫ് എന്നാണ്. ധിയോയോനഫ് പ്രചോദയാത് എന്നാണ് ഉച്ചാരണം. ഈ നഫ് ഉച്ചാരണം വന്നില്ലെങ്കിലുള്ള കുഴപ്പം പറഞ്ഞാൽ ന പ്രചോദയാത് എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കണ്ട, നഹ ഞങ്ങളെ പ്രചോദിപ്പിക്കണം എന്നാണ്. അപ്പം അർത്ഥം എവിടെ പോയി? അർത്ഥം മാറി. അപ്പം മന്ത്രം ഞാൻ ദേവനെ ഗുരുവായിട്ട് കണ്ടു എന്നിട്ട് ഞാൻ ജപിക്കുകയാണെന്ന് പറഞ്ഞാൽ ദേവൻ പറഞ്ഞു എന്നെ ഗുരുവായിട്ട് കണ്ടോളാൻ പറഞ്ഞിട്ടില്ല. അതിനാണ് താഴേക്ക് ഗുരുപരമ്പരകളെ മഹാദേവൻ കൊടുത്തിരിക്കുന്നത്, കണ്ടുപിടിക്കുക എന്നുള്ള സംഭവം. അപ്പം എന്തുകൊണ്ടാണ് ഗുരു ഈ ആൾക്കാർ ചോദിക്കും ഞങ്ങൾ ഗുരുവിനെ തേടിയിട്ട് കണ്ടില്ല. ഗുരുവിനെ തേടി കാണാത്തത് നിങ്ങൾ ഗുരു ഇരിക്കുന്ന മണ്ഡലം വരെ എത്താത്തതുകൊണ്ടാണ്. നിങ്ങളുടെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ അങ്ങോട്ട് വേണ്ടത് ഇവിടെ ശ്രീവിദ്യ അക്ഷരം കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ശിവരാജയോഗത്തിന്റെ അവസാനത്തെ മന്ത്രങ്ങൾ പറഞ്ഞു തരാമോ, ഇതാ ചോദിക്കുന്നത്. നിങ്ങൾ അതിനു മുമ്പ് ജ്ഞാനപ്പാനെ ഹരിനാമകീർത്തനമൊക്കെ ജപിക്കണം. ഇതൊക്കെ പാരായണം ചെയ്തിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവും. കുറെ കാലം നാമം ജപിക്കണം, വെറുതെ നാരായണ നാരായണ നാരായണ. ഈ നാരദൻ ലോകത്തിന് മുഴുവൻ ഉപദേശ സാധനമാണ് നാരായണം. ഈ ഓം നമോ നാരായണായ ഒന്നുമില്ല, നാരായണ 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 എന്ന ഉപദേശം. ആ നാരായണ ജപിച്ച് കുറെ കാലം നാമം ജപിച്ച് ശീലമായതിനു ശേഷം നമുക്ക് തന്നെ ഒരു
ഒരു സത്സംഗത്തിനൊക്കെ ഉള്ളൊരു ഇത് വരുമ്പോൾ നമുക്കൊരു പ്രേരക ഗുരു ആദ്യം വരും. ശരിയാ. ഈ പ്രേരക ഗുരു എന്ന് പറയുന്ന ആള് ചോറ് തരുന്ന ആളല്ല, ഊട്ടുവര കാട്ടി തരുന്ന ആളാണ്. അതെ അതെ അതെ. അദ്ദേഹത്തിന് ഇതൊന്നും എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, ഞാനും ഇതിനൊക്കെയാണ് ശ്രമിക്കുന്നത്, ഇങ്ങനെ പോയി നോക്കാം ഇത് പറയുന്ന ഒരാളായിരിക്കും ഒരു പ്രേരിപ്പിക്കുന്ന ആളാണ്. ആ പ്രേരക ഗുരുവിന്റെ നമുക്ക് ഒരു സത്സംഗം ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ധാരണ വരും. രാജേഷ്, ഈ പറയുന്ന പല ആൾക്കാരും മന്ത്രത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണമെങ്കിലും ഗുരു ഉണ്ട് ഇല്ല എന്ന് പറയണമെങ്കിലും അവർക്ക് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഓം നമഃ ശിവായ ജപിക്കുന്നുണ്ട്. 1008 പ്രാവശ്യം ജപിക്കുന്നവരുണ്ട്, 5008 പ്രാവശ്യം പെർ ഡേ ജപിക്കുന്നവർ പലരും നമ്മളെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പലരും പറയുന്നൊരു വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ മഹാദേവനെ ഇന്ന് 1008 പ്രാവശ്യം ജപിച്ചു, മഹാദേവൻ എന്നോട് കനിയുന്നില്ല. മഹാദേവൻ കനിയാനല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. പലരും വിളിച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രജപത്തിലേക്ക് പോകുന്നത്. നല്ലൊരു ഗുരുവിനോടൊപ്പം ഇതുപോലെ നല്ല അതായത് ഗുരുപദേശപ്രകാരം മന്ത്രത്തിലേക്ക്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ വലിയൊരു അറിവാണ്. അതായത് ഓം നമഃ ശിവായ ശി എന്ന് പറയുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല. അതിനൊരു എന്താ പറയുക, ഒരു പ്രഷർ കൊടുത്ത് തന്നെ ജപിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ഋഷി ഛന്ദസ് ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുപദേശം വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തുകയും ആ ഗുരുതലത്തിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യാന്നുള്ളതാണ് അല്ലേ? നോക്കൂ, ഇതിന് സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ. അതെ. മന്ത്രോപാസനയിലേക്ക് പോകാൻ എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വെച്ചാൽ എല്ലാവർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ആളുകളുടെ ആഗ്രഹങ്ങൾ അതല്ല. അവര് ആഗ്രഹിക്കുന്ന മന്ത്രങ്ങൾ പലതും സൂപ്പർലേറ്റീവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ബേസിക് സാധനങ്ങൾ പോലും ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാവുന്ന സാധനങ്ങളല്ല ഇവർ ചോദിക്കുന്നത്. ശരി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കൂ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരും അവരുടെ പൂർവ്വജന്മത്തിന്റെ ആവർത്തനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പം എത്ര ജന്മങ്ങൾ എടുത്തിട്ടാവും ഈ ഒരാൾ ഒരു മന്ത്രത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു പരമ്പരയിലേക്ക് പോയി ചേരുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മളെയൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാളും മോശം, അല്ലെങ്കിൽ നമുക്ക് ശേഷം 10-20 വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ചെറിയൊരാൾ പോയി പെട്ടെന്നൊരു പരമ്പരയിലേക്ക് വരും. അയാൾ ചിലപ്പം വേറെ വഴിക്ക് പോകും. അപ്പൊ അത് കാണുമ്പോഴുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പോയി ചിലപ്പം അങ്ങനെയൊന്നും അല്ല അത് ശരി. അയാളുടെ പൂർവ്വജന്മം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ പൂർവ്വജന്മം തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സാധാരണക്കാർക്ക് ജപിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവരോട് ചോദിക്കാറ്, സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ സഹസ്രനാമം ഇരുന്ന് ചൊല്ലുന്നുണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരു വരിയുടെ അർത്ഥം അറിയാമോ? കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി, അല്ലെങ്കിൽ ഡാഡിമി കുസുമപ്രഭ, കൗളിനി കുളയോഗിനി, അകുല, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം അറിയാതെ നമ്മൾ എന്തിനാണ് ഈ അതിലും ലളിതമായി ജ്ഞാനപ്പാന എഴുതി വായിച്ചു നോക്കിയാൽ മതി. ഈ വേദാന്ത രഹസ്യം മുഴുവൻ ലളിതമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത നാമങ്ങളുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം മറ്റൊന്നായി നനച്ചുകൊണ്ടെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും എന്നൊക്കെ പറഞ്ഞ് അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നാരായണ മന്ത്രത്തിന്റെ ഏതെങ്കിലും ഒന്ന്, പത്മനാഭായ നമാന്നോ അല്ലെ നാരായണ നാരായണന്നോ പത്മനാഭാന്നോ ശങ്കരാന്നോ ഉള്ള ഈ നാമങ്ങൾ എന്തെങ്കിലും ജപിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കും. മന്ത്രസിദ്ധിയുടെ ഒന്നും പിന്നാലെ പോകണ്ട. നമ്മുടെ എത്രയോ തലമുറകൾ അല്ലെങ്കിൽ മുമ്പുള്ള തലമുറകൾ ഈ മന്ത്രത്തെ പറ്റി ധാരണയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ എത്രയോ കാലം നാമം ജപിച്ചു. ബാല 50 ലക്ഷം ജപിച്ച ഒരാളെ എനിക്കറിയാം. ബാല 50 ലക്ഷം, ആലോചിച്ചോണം. ഭീകരമായിട്ടുള്ള എന്ന് വെച്ചാൽ അത്ര കഠിനമായ സാധന ചെയ്തിട്ട് ജപിച്ചാണ്. അദ്ദേഹത്തിന് ഇപ്പം പ്രായമായി, നല്ല പ്രായമായി. ഈ ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ അദ്ദേഹം നാരായണ 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 ജപിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലളിതമായി ഇപ്പോൾ സുഖമുണ്ട്, നിങ്ങൾക്ക് ലയം എവിടെയാണോ കിട്ടുന്നത് അതാണ് ചെയ്യേണ്ടത്. ശരി. അല്ലാതെ കഷ്ടപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ടി ഈ ബലം പിടിച്ച് എന്ത് ചെയ്താലും അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. കുറേ വേദന, ബുദ്ധിമുട്ടും ദുരിതവും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന മന്ത്രം, ആദ്യം കിട്ടുന്ന മന്ത്രം നമ്മൾ ആ മന്ത്രത്തിന് യോഗ്യനാണോ, ആ മന്ത്രം നമുക്ക് പറ്റിയതാണോ, ഇത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. അതിനുശേഷം വേണം പുരസ്കരണം തുടങ്ങണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു മന്ത്രം ഒരാൾ തന്നത് വാങ്ങിക്കാം എന്നല്ലാതെ അത് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. മന്ത്രത്തിന്റെ കുഴപ്പങ്ങൾ, മന്ത്രത്തിന്റെ ഗുണങ്ങൾ, മന്ത്രത്തിന്റെ ദേവത എന്താണ്, അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മന്ത്രം സ്വീകരിക്കാവുള്ളൂ. പിന്നെ ഈ മന്ത്രം തന്ന ഗുരു അല്ലെങ്കിൽ മന്ത്രം തന്ന ആൾക്ക് ഈ മന്ത്രമായിട്ടുള്ള ബന്ധം എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മന്ത്രവും എല്ലാവർക്കും പറ്റില്ല. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇങ്ങനെ തിരിച്ചറിവ് ഉണ്ടാവട്ടെ. നല്ലൊരു ഗുരുവിനെ തേടി ഗുരുവിൽ നിന്ന് മന്ത്രസിദ്ധി നേടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി
ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.